അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കണക്കാണ്. അപ്പൊ ആദ്യത്തെ കണക്ക് നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത കണക്കിൽ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കണക്കിൽ നമ്മൾക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ട് നമ്മൾ അത് നിന്നുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കണക്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ട് അതിനകത്ത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇത് നമ്മളിവിടെ ചെയ്യുന്ന കണക്കിൽ ഒരു 2 കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Following is the receipt and payment account of Vehicle Club Thrissur for the year ending 31st December 2013. ഇവിടെ റെസിപ്റ്റ് സൈഡില് ബാലൻസ് ബ്രോട്ട് ഡൗൺ തന്നിട്ടുണ്ട്. നമുക്കറിയാം റെസിപ്റ്റ് സൈഡില് ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ തന്നിരിക്കുന്നത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റില് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ താഴെ പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്, ഡൊണേഷൻ പറയുന്നുണ്ട്, ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ഡൊണേഷനും ഉണ്ട്, ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇവിടെ മാച്ച് ഫണ്ട് ഉണ്ട്. ആ മാച്ച് ഫണ്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിനുശേഷം മിസ്ലിനസ് റെസിപ്റ്റ് ഉണ്ട്, സെയിൽ ഓഫ് ഗ്രാസ്. പേയ്മെന്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ മാച്ച് എക്സ്പെൻസസ് എന്നും പറഞ്ഞിട്ടൊരു ഐറ്റം തന്നിട്ടുണ്ട്, റെന്റ് തന്നിട്ടുണ്ട്, സാലറീസ്, സൺട്രി എക്സ്പെൻസസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ ഏതാണ്ട് അതേ ഫോർമാറ്റിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ 2 കാര്യങ്ങൾ, മാച്ച് ഫണ്ടും മാച്ച് എക്സ്പെൻസസ്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്, 2012ലെയും 2013ലെയും തന്നിട്ടുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. പിന്നെ അസറ്റുകൾ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റും ഫർണിച്ചറും സ്പോർട്സ് എക്യുപ്മെന്റ്സും ഒക്കെ തന്നിട്ടുണ്ട്. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ ended 31st December 2013 and a balance sheet as on that date after depreciating furniture by 20% and sports equipment by 25%. Take full year depreciation for purchase. അപ്പോ ഇവിടെ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. ആ ഡിപ്രിസിയേഷൻ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ on 31st December 2012 the club had investment worth rupees 12,000 എന്നും ഫർണിച്ചർ 10,000 എന്നും സ്പോർട്സ് എക്യുപ്മെന്റ്സ് വാല്യൂഡ് എന്നും പറഞ്ഞ് 20,000 തന്നിട്ടുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റും സ്പോർട്സ് എക്യുപ്മെന്റും ഇവിടുത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡിലും തന്നിട്ടുണ്ട്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നത് 2012ലെ ബാലൻസും 2013 തന്നേക്കുന്നത് നമ്മൾ ഈ വർഷം പർച്ചേസ് ചെയ്തതുമാണ്. അപ്പൊ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഈ 2012ലെ ഐറ്റംസും 2012ൽ പറഞ്ഞിരിക്കുന്ന അസറ്റ് വല്ലതും നമ്മൾ 2013 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാൻ. ഇവിടെ 2012 നമുക്ക് ഫർണിച്ചറിന് 10,000 ഉണ്ട്, സ്പോർട്സ് എക്യുപ്മെന്റിന് 20,000 ഉണ്ട്. 2013 റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ സ്പോർട്സ് എക്യുപ്മെന്റ് 32,000 കിടപ്പുണ്ട്. അപ്പോ ഇത് 2 കൂടി ആഡ് ചെയ്തിട്ട് വേണം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാൻ. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതായത് നമ്മുടെ പേയ്മെന്റ് സൈഡിലേക്ക് നോക്കുക. അപ്പോ അവിടെ ഒരു റെന്റ് പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് സൈഡില്. ആ റെന്റ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ ആദ്യമായിട്ട് എഴുതുന്നു. റെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 9,600. രണ്ടാമത്തേന്ന് പറയുന്നത് സാലറീസ് പറയുന്നുണ്ട്. ആ സാലറീസിന് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ സാലറീസ് എഴുതുക. സാലറീസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 24,000 ആണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 2013. 2013 ഔട്ട്സ്റ്റാൻഡിംഗ് 2013 സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുക.
2500. അപ്പോൾ നമുക്ക് 26,500 കിട്ടും. ലെസ് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 2000 rupees ആണ്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 24,500 കിട്ടും. അപ്പൊ നമ്മള് റെന്റ് എഴുതി, സാലറീസ് എഴുതി. പിന്നീട് അവിടെ പറയുന്നത് സൺട്രി എക്സ്പെൻസസിനെ കുറിച്ചാണ്. ആ സൺട്രി എക്സ്പെൻസിനകത്ത് അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. ആ സൺട്രി എക്സ്പെൻസ് നമ്മള് അതുപോലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നു. സൺട്രി എക്സ്പെൻസ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 3,800 rupees ആണ്. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് പേപ്പേഴ്സ് ആണ്. ആ ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ അതുപോലെ എഴുതി. അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ന്യൂസ് പേപ്പേഴ്സ് വിറ്റപ്പോൾ നമുക്ക് കിട്ടുന്ന കാശായിരിക്കാം. അത് നമ്മള് 750 അത് അതുപോലെ അക്കൗണ്ടിൽ കാണിച്ചു. പിന്നീട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലൊന്നും പറഞ്ഞിട്ടില്ല. സ്പോർട്സ് എക്യുപ്മെന്റ്സ് നമ്മൾ എടുക്കില്ല. ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ എടുത്തു. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കാത്തത്. സ്പോർട്സ് എക്യുപ്മെന്റും അസറ്റ് ആണ്. ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എടുക്കുകയുള്ളൂ. അപ്പൊ ഇത്രയുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡില് നമ്മൾ കാണിക്കുന്ന ഐറ്റം. ഇനി അഡ്ജസ്റ്റ്മെന്റില് ബാലൻസ് ഷീറ്റ് അതായത് വല്ല ഡിപ്രിസിയേഷനും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോ ഇവിടെ ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. ഡിപ്രിസിയേഷൻ ഫർണിച്ചറിനും പറയുന്നുണ്ട്, സ്പോർട്സ് എക്യുപ്മെന്റ്സിനും പറയുന്നുണ്ട്. അപ്പോ ഡിപ്രിസിയേഷനും കാണിക്കുക. ഡിപ്രിസിയേഷൻ ഫർണിച്ചർ. ഫർണിച്ചറിന്റെ എമൗണ്ട് നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട്. ഫർണിച്ചർ തന്നിരിക്കുന്നത് 10,000 rupees ആണ് ഫർണിച്ചർ. ഫർണിച്ചറിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20,000 ആണ്. സോ 10,000 into 20 divided by 100 which is equal to 2,000. 2,000 ആണ് ഫർണിച്ചറിന്റെ ഡിപ്രിസിയേഷൻ. രണ്ടാമത്തെ ഡിപ്രിസിയേഷൻ പറഞ്ഞിരിക്കുന്നത് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആണ്. സ്പോർട്സ് എക്യുപ്മെന്റ്സ് നമുക്കറിയാം. രണ്ട് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2012 ബാലൻസ് ആയിട്ടുള്ള 20,000 rupeesഉം 2013 സ്പോർട്സ് എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 32,000 ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തപ്പോൾ അത് 30/6/2013 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് 6ാം മാസത്തിന്റെ അവസാന ദിവസമാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഡേറ്റ് ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ കരുതുക. എന്നിട്ട് നമ്മളത് ഫുൾ ഇയർ ഡിപ്രിസിയേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും തരാത്തത് കൊണ്ട് സ്പോർട്സ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് 32,000ഉം 20,000ഉം which is equal to 52,000. അതിന്റെ 25% ആണ് എടുക്കേണ്ടത്. നമുക്ക് പോസ് ചെയ്യുന്നത്. അപ്പോ സ്പോർട്സ് എക്യുപ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2012 സ്പോർട്സ് എക്യുപ്മെന്റിന്റെ എമൗണ്ടും എടുക്കണം, 2013 പർച്ചേസ് ചെയ്തിരിക്കുന്നതും എടുക്കണം. അപ്പോ സ്പോർട്സ് എക്യുപ്മെന്റ് എടുക്കുമ്പോ 20,000 രൂപയാണ് 2012 ഉണ്ടായിരുന്നത്. പിന്നീട് 2013 നമ്മൾ 32,000 രൂപയും കൂടി പർച്ചേസ് ചെയ്തു. അപ്പോ അത് രണ്ടും കൂടി കൂട്ടുമ്പോ 52,000 into 25/100, അതായത് 52,000 into 25/100. നമ്മള് 20,000 2012 30,000 രൂപ 32,000 രൂപ ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ അത് രണ്ടും കൂടി ആയപ്പോ 52,000. അതിന്റെ 25% എന്ന് പറയുന്നത് 13,000 രൂപ. അതും നമ്മളിവിടെ ഓക്കെ. അപ്പോ റെന്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ എഴുതി. അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ സാലറീസ് ഉണ്ട്. സാലറീസിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തിട്ട് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക. സൺട്രി എക്സ്പെൻസ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നിട്ടില്ല. ന്യൂസ് പേപ്പേഴ്സ് അതുപോലെ എഴുതി. ഡിപ്രിസിയേഷൻ, ഫർണിച്ചർ
നമുക്ക് അഡീഷണൽ ഒന്നും ഇല്ല. അതായത് ഈ വർഷമൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ 10,000 രൂപയുടെ 20% എടുത്തു. സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഈ വർഷവും സ്പോർട്സ് എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബാലൻസും ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയപ്പോ 52,000, അതിന്റെ 25% നമുക്ക് 13,000 കിട്ടി. ഇത്രയുമാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ നമുക്ക് കാണിക്കാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ ഇൻകം സൈഡ് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആദ്യമായിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐറ്റം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. ആ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 65,000 ആണ്. അപ്പോ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം, കഴിഞ്ഞ വർഷത്തത് കുറയ്ക്കണം. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2013 എത്ര രൂപയാ ആണ്? 6,000 rupees ആണ്. അതായത് 71,000 കിട്ടി. അതിനകത്ത് നിന്ന് കഴിഞ്ഞ വർഷത്തെ ഇത് നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഓടിച്ച് പോകുന്നത്. സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കുറയ്ക്കുക. അത് 4,000 rupees ആണ്. സോ 67,000 ആണ് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 67,000. രണ്ടാമത് അവിടെ ഇൻകം സൈഡിൽ, അതായത് റെസീപ്റ്റ് സൈഡിൽ ഒരു ഇൻട്രസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഇൻട്രസ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. സോ നമ്മൾ ആ ഇൻട്രസ്റ്റ് അതേപോലെ എടുത്ത് എഴുതി 300 rupees. പിന്നീട് നമ്മൾ ഡൊണേഷൻ പറയുന്നുണ്ട്. 2 ഡൊണേഷൻ ഉണ്ട്. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്. അതിൽ ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ എഴുതി 6,000 rupees. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് എഴുതുന്നത് ബാലൻസ് ഷീറ്റിലാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. പിന്നെ മിസലനസ് റെസീപ്റ്റ്സ് ഉണ്ട്. ആ മിസലനസ് റെസീപ്റ്റ്സും നമ്മൾ അതുപോലെ എഴുതി. അതിനകത്തും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതുപോലെ എഴുതി 430 rupees. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഒരു സെയിൽ ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ആ സെയിൽ ഓഫ് ഗ്രാസും നമ്മൾ എഴുതി. ആ സെയിൽ ഓഫ് ഗ്രാസ് വന്നിട്ട് 250. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻകം സൈഡിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം സൈഡില് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എഴുതി. കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കുറച്ചിട്ട് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടി. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഇൻട്രസ്റ്റ് അതേപോലെ നമ്മൾ ഇൻകം സൈഡിൽ കാണിച്ചു. ഡൊണേഷൻ നമ്മള് ജനറൽ പർപ്പസ് ഡൊണേഷൻ ആയതുകൊണ്ട് അതെടുത്ത് നമ്മൾ ഇൻകം സൈഡിൽ കാണിച്ചു. സ്പെഷ്യൽ പർപ്പസ് അതായത് ബിൽഡിംഗ് ഫണ്ട് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. മിസലനസ് റെസിപ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്, അത് നമ്മള് ഇൻകം സൈഡിൽ കാണിച്ചു. സെയിൽ ഓഫ് ഗ്രാസ് നമ്മള് ഇൻകം സൈഡിൽ കാണിച്ചു. ഇനി ഇത്രയുമാണ് ഇൻകം സൈഡിലും എക്സ്പെൻഡിച്ചർ സൈഡിലും വരുന്ന ഐറ്റം. ഇനി നമ്മള് രണ്ട് സൈഡും കൂടി ടോട്ടൽ ചെയ്ത് നോക്കിയിട്ട് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പോകും. അപ്പോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബാലൻസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇൻകം സൈഡ് നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് 73,980 എക്സ്പെൻഡിച്ചർ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 53,680 ആണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഇൻകം സൈഡ് കൂടുതലും നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണ്. നമുക്കറിയാം ഇൻകം സൈഡ് കൂടി എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണെങ്കിൽ അവിടെ സർപ്ലസ് ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് സൈഡിലെ എമൗണ്ട് ആണോ കൂടുതൽ അത് രണ്ട് സൈഡിലും കാണിക്കുക. അതായത് 73,980 നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലും ഇൻകം സൈഡിലും 73,980 കാണിക്കുക. അതിനുശേഷം നമ്മൾ 73,980 നിന്നും മൈനസ് 53,680 എക്സ്പെൻഡിച്ചർ സൈഡ് കുറവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ സൈഡ് കുറയ്ക്കുക. കുറവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ സൈഡ് കുറച്ചപ്പോ നമുക്ക് കിട്ടിയ സർപ്ലസ് ആണ് 20,330. അപ്പൊ നമ്മള് എക്സ്പെൻഡിച്ചർ സൈഡ് കാണിച്ചു, ഇൻകം സൈഡ് കാണിച്ചു, എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു അല്ലെങ്കിൽ കൂട്ടി നോക്കിയപ്പോ ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമായിട്ടാണ് കിട്ടിയത്. ഇൻകം സൈഡ് കിട്ടിയത് 73,980, എക്സ്പെൻഡിച്ചർ സൈഡ് കിട്ടിയത് 53,680. എക്സ്പെൻഡിച്ചർ എമൗണ്ട് നമ്മൾ കുറച്ചപ്പോ നമുക്കൊരു സർപ്ലസ് കിട്ടിയ സർപ്ലസ് എമൗണ്ട് ആണ് 20,330. നമുക്കറിയാം ഇനി ഈ സർപ്ലസ് നമുക്ക് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ
ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇൻകം സൈഡിൽ കാണിക്കാത്ത രണ്ട് സാധനങ്ങളായിരുന്നു ഒരു ടൂർണമെന്റ് ഫണ്ടും ടൂർണമെന്റ് എക്സ്പെൻസസും. അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ പറയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോ ഇനി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ഓൺ 31st December 2012. അപ്പോ 2012 ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസോ ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റോ ഉണ്ടെങ്കിൽ അത് എഴുതുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് അസറ്റ് സൈഡിൽ എഴുതുക. പിന്നീട് നമ്മളിത് ബാലൻസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുക. ആ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മള് ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി പറഞ്ഞിട്ടുണ്ട്. അതായത് 31/12/2012 സാലറി കൊടുക്കാതെ ഉള്ള എമൗണ്ട് ഉണ്ട്. അത് നമുക്ക് ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 2000. പിന്നീട് ഇവിടെ അഡ്ജസ്റ്റ്മെന്റുകളിൽ കഴിഞ്ഞ വർഷത്തെ അസറ്റുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ലയബിലിറ്റീസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ആകെ ഒരെണ്ണമേ ഉള്ളൂ, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 2000 rupees. ഇനി നേരെ അസറ്റിലേക്ക് വരികയാണെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടില് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കാണിക്കുക 2500. അതിനുശേഷം 2012 എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ് ഇവിടെ നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 4000. ആ 4000 rupees നമ്മൾ അതുപോലെ എഴുതി. ഇനി അഡ്ജസ്റ്റ്മെന്റുകളില് 31/12/2012 അസറ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ്സും ആ ഫർണിച്ചേഴ്സും ആ സ്പോർട്സ് എക്യുപ്മെന്റ്സും നമ്മൾ ഇവിടേക്ക് എഴുതുക. ഇൻവെസ്റ്റ്മെന്റ്സ് 12,000. ഫർണിച്ചർ 10,000. Sports equipments ₹20,000. ഇത് ക്വസ്റ്റ്യനകത്ത് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നതാണ്. 2012 അസറ്റുകളാണെന്ന് പറഞ്ഞ് ഈ 3 എണ്ണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. 2012 ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ് 4000 rupees. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ടിൽ നിന്ന് കുറച്ച ഈ 4000 രൂപ, അല്ലെങ്കിൽ 2012 നമ്മൾക്ക് കിട്ടാനുണ്ടായിരുന്ന 4000 രൂപ, അത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിച്ചു. ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് റെസിപ്റ്റ് സൈഡില് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ഒരു 2500 രൂപ നമ്മളത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോ ലൈബിലിറ്റീസ് എടുത്തെഴുതി, അസറ്റുകൾ എടുത്തെഴുതിയേക്കുന്നത് 2012 അതിനുശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സൈഡ് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 20,000 plus 10,000 30,000, 42,000, 46,000, 48,500 നമുക്ക് ഇവിടെ കിട്ടും. അതായത് അസറ്റ് സൈഡ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 48,500 ആണ്. എന്റെ ലയബിലിറ്റി സൈഡിൽ ആകെ എനിക്കുള്ളത് 2,000 rupees ആണ്. അപ്പോ ഞാൻ എന്റെ അസറ്റ് സൈഡിലുള്ള, അതായത് ഏറ്റവും വലിയ എമൗണ്ട് 48,500 അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും കാണിച്ചു.
അതിനുശേഷം ഈ 48,500 നിന്നും ഈ 2,000 കുറച്ചു നമുക്ക് കിട്ടിയത് 46,500. അതാണ് നമ്മളുടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് 46,500. നമുക്കത് കിട്ടിയത് നമ്മുടെ അസറ്റ് സൈഡ് കൂടുതലും നമ്മുടെ ലയബിലിറ്റി സൈഡ് കുറവുമായിരുന്നു. സോ അസറ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 48,500 കിട്ടി. അതിനകത്തുനിന്ന് സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2,000 റുപ്പീസ് നമ്മള് കുറച്ചപ്പോ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മള് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഡേറ്റ് ശ്രദ്ധിക്കുക, 31/12/2012. നമ്മൾ ചെയ്യുന്ന കണക്കുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണക്കെന്ന് പറയുന്നത് 31/12/2013 കണക്കാണ്. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയിട്ട്, അതായത് 31/12/2012 ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഇനി നമ്മള് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യണം. ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് വേണം. അപ്പൊ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് as on 31st December 2013. അപ്പോ നമ്മളിവിടെ ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട് നമ്മൾ നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റില് ചെയ്യാൻ വേണ്ടിയിട്ട് 2013 ആദ്യം നമ്മൾ ലയബിലിറ്റി സൈഡാണ് നോക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നമുക്കറിയാം നമ്മുടെ സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 2013 എന്ന് പറഞ്ഞിട്ട് ഒരു 2,500 രൂപ നമ്മുടെ സാലറിയുടെ കൂടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സാലറിയുടെ കൂടെ കൂട്ടുകയാണ് ചെയ്തത്. ആ എമൗണ്ട് നമ്മൾ ഇവിടെ കാണിക്കുക. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് 2,500 ഈ വർഷം കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റി നമ്മൾ അത് കാണിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇവിടെ ഒന്നും എടുക്കാത്ത ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് എടുത്തിട്ടില്ല, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എടുത്തിട്ടില്ല. ഒരു മാച്ച് ഫണ്ടും ഒരു മാച്ച് എക്സ്പെൻസസും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമാഹരിച്ച തുകയാണ് 10,000 രൂപ അല്ലെങ്കിൽ 10,000. എന്നാൽ ആ മാച്ച് കഴിഞ്ഞപ്പോ നമുക്കുണ്ടായ ചെലവെന്ന് പറയുന്നത് വെറും 6,800 റുപ്പീസ് ആണ്. മാച്ച് ഫണ്ട് എന്നും പറഞ്ഞ റെസിപ്റ്റ് സൈഡിലും പേയ്മെന്റ് സൈഡില് മാച്ച് എക്സ്പെൻസസ് എന്നും പറഞ്ഞൊരു 6,800 റുപ്പീസ് ഉണ്ട്. അപ്പോ ഈ മാച്ച് ഫണ്ട് എന്ന് പറയുന്ന സാധനം നമ്മള് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് മാച്ച് ഫണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഫണ്ട് അതെല്ലാം ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ പർപ്പസ് മാച്ച് ഫണ്ട് നടത്തുന്നതിന് വേണ്ടി കിട്ടിയിട്ടുള്ള ഫണ്ടാണ് 10,000 റുപ്പീസ്. അതിനുശേഷം നമുക്ക് ചെലവായ എമൗണ്ട് ലെസ് എക്സ്പെൻസ്, മാച്ച് എക്സ്പെൻസ്, ചെലവായ തുക നമ്മളിവിടെ കാണിക്കും. ചെലവായ തുക എന്ന് പറയുന്നത് 6,800 ആണ്. അതായത് 3,200 റുപ്പീസ് ആണ് ബാക്കിയുള്ള മാച്ച് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന ഫണ്ട് എല്ലാം നമ്മൾ കാണിക്കേണ്ടത് ലയബിലിറ്റി സൈഡിലാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. അങ്ങനെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് 10,000 റുപ്പീസ് നമ്മൾ കാണിച്ചു. ഇപ്പൊ പേയ്മെന്റ് സൈഡിൽ ഒരു 6,800 റുപ്പീസ് മാച്ച് എക്സ്പെൻസസ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആ മാച്ച് എക്സ്പെൻസസ് നമ്മൾ കുറച്ചിട്ട് 10,000 നിന്ന് 6,800 രൂപ കുറച്ചിട്ട് നമ്മൾ മാച്ച് ഫണ്ട് ഈ വർഷത്തെ ബാലൻസ് എന്ന് പറയുന്നത് 3,200 രൂപ അത് ബാലൻസ് ഷീറ്റില് കാണിച്ചു. കാരണം അതൊരു ഫണ്ടാണ്, സ്പെഷ്യൽ ഫണ്ടാണ്. ആ സ്പെഷ്യൽ ഫണ്ട് എപ്പോഴും നമ്മൾ കാണിക്കേണ്ടത് ലയബിലിറ്റി സൈഡിലാണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇപ്പോ മാച്ച് ഫണ്ട് കാണിച്ചു. പിന്നീട് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ഡൊണേഷൻ ഫോർ ബിൽഡിങ്ങും അതുപോലെ നമ്മളിവിടെ റെസീവ് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് 15,000. പിന്നീട് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ നമുക്ക് വേറെ ഒന്നും ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നില്ല. നമുക്ക് ആകെ ലയബിലിറ്റി ആയിട്ട് ഈ വർഷം ലയബിലിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത് സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്.
അത് കാണിച്ചു. പിന്നെ മാച്ച് ഫണ്ട് ബാക്കി വന്ന എമൗണ്ട് കാണിച്ചു. പിന്നെ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് അത് കാണിച്ചു. ഇനി ആകെ ഉള്ളത് ക്യാപിറ്റൽ ഫണ്ട് ആണ്. ആ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയ സർപ്ലസും കൂടെ ആഡ് ചെയ്തിട്ട് ലയബിലിറ്റി സൈഡ് കാണിക്കുക. അപ്പോ ക്യാപിറ്റൽ ഫണ്ട് amount 46,500 and surplus 20,330 66,830. അപ്പോ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് നമ്മൾ നോക്കിയപ്പോ നമുക്ക് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ സർപ്ലസും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 66,830 കിട്ടി. ഇനി അസറ്റ് സൈഡിലേക്ക് വരുമ്പോ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡിന്റെ പേയ്മെന്റ് സൈഡില് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നും ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞൊരു എമൗണ്ട് കിടപ്പുണ്ട്. ആ എമൗണ്ട് നമ്മള് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറഞ്ഞ് കാണിക്കുക 21,530. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 2013 നമുക്ക് സബ്സ്ക്രിപ്ഷൻ ലഭിക്കാനുണ്ട്. ആ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനും നമ്മളിവിടെ കാണിക്കുന്നു 6,000. നമ്മൾ നേരത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി കാണിച്ചതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനും കാണിക്കും. ഇനി നമ്മൾ നേരെ ചെയ്യാനുള്ള അസറ്റുകളിലേക്ക് 31/12/2012 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കുറച്ച് അസറ്റുകൾ എഴുതിയായിരുന്നു. അതിന്റെ കൂടെ ആ അസറ്റുകൾ തന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും 2013 പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2012 കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കാണിക്കുക. അതിന് ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രിസിയേഷൻ കുറച്ച് കാണിക്കുക. സോ നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഐറ്റം 2012 കാണിക്കുന്നുണ്ട്, 2013 കാണിക്കുന്നുണ്ട്. 2012 അസറ്റ് സൈഡിലും കാണിക്കുന്നുണ്ട്. 2013 നമുക്ക് ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡിലെ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് എന്നും പറഞ്ഞ് കാണിക്കുന്നു. സോ 2012 ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 12,000ഉം 2013 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആഡ് അഡീഷൻ 36,000 ആണ്. രണ്ടും കൂടി ടോട്ടൽ ചെയ്തപ്പോ നമുക്ക് 48,000 കിട്ടി. അത് നമ്മൾ അതുപോലെ കാണിച്ചു. ഇൻവെസ്റ്റ്മെന്റിന് ഡിപ്രിസിയേഷൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല. അടുത്തതെന്ന് പറയുന്നത് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ 2012 എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. 2013 ഫർണിച്ചറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ നമ്മൾ ആ ഫർണിച്ചർ 2012 എമൗണ്ട് 10,000 അത് അതുപോലെ എടുത്തെഴുതി. അതിനുശേഷം ഇവിടെ ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു ഫർണിച്ചറിന്. ആ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20% ആയിരുന്നു. നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് 2,000 രൂപ. അത് കുറച്ച് നമ്മള് 8,000 രൂപ കാണിച്ചു. അടുത്തത് സ്പോർട്സ് എക്യുപ്മെന്റ് ആണ്. ആ സ്പോർട്സ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് 2012 ഉണ്ട്, 2013 നമ്മൾ മേടിച്ചിട്ടുണ്ട്. സ്പോർട്സ് എക്യുപ്മെന്റ്സ് 20,000 രൂപയാണ് നമ്മള് 2012 അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആഡ് ചെയ്യുക. അതായത് 32,000 രൂപയാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 52,000 റുപ്പീസ് കിട്ടി. സ്പോർട്സ് എക്യുപ്മെന്റ്സ് 2012 20,000 രൂപ, 2013 32,000 രൂപ, രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 52,000. ഇനി സ്പോർട്സ് എക്യുപ്മെന്റിന് ഡിപ്രിസിയേഷനും ഉണ്ട്, ലെസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ വന്നിട്ട് എമൗണ്ട് 13,000 ആയിരുന്നു. ബാലൻസ് എന്ന് പറയുന്നത് 39,000. അപ്പൊ ഇത്രയുമാണ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണിക്കാനുള്ളത്. ബാലൻസ് ഷീറ്റിൽ ഈ തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ അല്ലെങ്കിൽ സ്പോർട്സ് എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ ഒക്കെ കണക്കിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക,
2012 അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും അസറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ അസറ്റ് 2013 അതായത് അടുത്ത വർഷം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം കാണിക്കാനായി. 2012ലെയും 2013ലെയും കൂടി ആഡ് ചെയ്ത് ഡിപ്രിസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം അവിടെ കാണിക്കാൻ. 2012 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ 2013 അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പോലെ ഫർണിച്ചർ എത്രയാണോ അവിടെ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അത് അതേപോലെ കാണിക്കുക. അപ്പൊ നമ്മള് ഇതിന്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ കണക്കാണിത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അസറ്റ് സൈഡിൽ വരുന്നത്, എന്തൊക്കെയാണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ലയബിലിറ്റി സൈഡിൽ ഏതൊക്കെയാണ് അസറ്റ് സൈഡിൽ വരുന്നതെന്ന്. സോ നിങ്ങളിത് ബാലൻസ് ചെയ്ത് നോക്കുക. ബാലൻസ് ചെയ്യുമ്പോ രണ്ട് സൈഡും കൂടി നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1,22,000 രണ്ട് സൈഡും കൂടി ബാലൻസ് ചെയ്ത് നോക്കുമ്പോ നമുക്ക് 1,22,530 കിട്ടും. 1,22,530. ഇപ്പൊ ബാലൻസ് ഷീറ്റ് നമ്മള് ബാലൻസ് ചെയ്ത് ബാലൻസ് ഷീറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ടാലി ആവും. കറക്റ്റ് ആണെങ്കിൽ ടാലി ആവും. ടാലി ആയപ്പോ നമുക്ക് 1,22,530 കിട്ടി. അപ്പോ 31/12/2013 ബാലൻസ് ഷീറ്റ് ചെയ്തപ്പോ നമ്മുടെ അക്കൗണ്ട് ടാലിയായി. അപ്പൊ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തു. ഇപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും വരുന്നത് എന്തൊക്കെയാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും വരുന്നത് എന്താണ് എന്ന് നമ്മൾ ഓർത്ത് വെക്കാൻ നമുക്ക് കുറച്ചും കൂടി പാടാണ്. പക്ഷെ നമ്മൾ ഒരു കണക്ക് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന്. സോ അക്കൗണ്ടൻസിയിൽ ഏറ്റവും പ്രധാനം ഒരു കണക്ക് മിനിമം ഒരു 2 തവണയെങ്കിലും ചെയ്തു നോക്കുക. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ കണക്കാണ്. ഈ കണക്ക് എല്ലാവരും ചെയ്തു നോക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു കണക്കും കൂടി നോക്കാം.